എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മൈസൂർ മസാല ദോശ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വളരെ എന്താ പറയുക, ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ദോശയാണ്. ഈ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ചട്നിയാണ് അതിന്റെ പ്രത്യേകത. അതായത് നമ്മളൊരു എരിവുള്ളൊരു ചട്നി ഉണ്ടാക്കിയിട്ട് ഈ ദോശ ഉണ്ടാക്കി ദോശയുടെ മേലെ ഈ ചട്നി തൂത്തിട്ട് അതിൻ്റെ അകത്ത് മസാല വെക്കുന്നതാണ് ഈ മൈസൂർ മസാല ദോശ. ആ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇതിനൊരു ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് വരുത്താം. അതായത് ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല എരിവുള്ള വറ്റൽമുളകാണ്. അത് കുതിർത്ത് അരച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ, കാശ്മീരി ചില്ലി പൗഡർ ഈ വറ്റൽ മുളകിന് പകരമായിട്ട് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൈസൂർ മസാല ദോശയുടെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 5 ഉരുളക്കിഴങ്ങ്, ഇടത്തര ഉരുളക്കിഴങ്ങ്. എനിക്ക് ചെറിയ സബോളയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 6 സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് സബോളയുടെ അത്രയും തന്നെ ഉരുളക്കിഴങ്ങും വേണം. അതായത് 1 കിലോ സബോളയാണെങ്കിൽ 1/2 കിലോ ഉരുളക്കിഴങ്ങ്, അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. പിന്നെ 3 പച്ചമുളക്, ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 3 വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയുണ്ട്, കുറച്ച് മല്ലിയിലയുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പൊട്ടറ്റോ മസാല ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇനി അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മസാല പേസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ നമുക്ക് വേണ്ടത് കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ മല്ലി, ഇത് നമ്മൾ വറക്കാൻ പോവാണ് കേട്ടോ. കടലപ്പരിപ്പും മല്ലി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, പുളി വാളൻ പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 8 വറ്റൽമുളക്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ വറ്റൽമുളക് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മുടെ പൊട്ടറ്റോ മസാല ഉണ്ടാക്കിയെടുക്കുവേ. ഇതേണ്ട വറ്റൽമുളക് നല്ല വെട്ടി തിളച്ച ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ബാക്കി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമുക്കിതെല്ലാം വറുത്തിട്ട് വേണം ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ച് എടുക്കണം കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. 5 വിസിലാകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും ജീരകവും മല്ലിയും കൂടെ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണേ. പാൻ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കടലപ്പരിപ്പും മല്ലിയും നമ്മുടെ ജീരകവും പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇത്രയും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുക കേട്ടോ. റോസ്റ്റ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കും. കണ്ടോ, നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിക്ക് അത്ര ആയാൽ മതി. ഒരു ചെറിയ എന്താ പറയുക, ഒരു വേവ് പോലെ വെളുത്തുള്ളിക്ക് വന്നാൽ മതി. ചെറിയ വേവല്ല, ഒരു ചെറിയൊരു രീതിയിൽ റോസ്റ്റ് ചെയ്താൽ മതി. കാരണം നമ്മളിതെല്ലാം കൂട്ടിയിട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാനൊരു പാൻ വെച്ച് കഴിഞ്ഞപ്പോൾ പാൻ ചൂടായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ അതിലേക്ക് ഇടും കേട്ടോ. എണ്ണ നന്നായി ചൂടായി കേട്ടോ. അപ്പം ഞാനൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാൻ പോകണേ. 1/2 ടീസ്പൂൺ കടുക് പൊട്ടാൻ തുടങ്ങി. ഞാൻ നമ്മുടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഡലിക്കും ദോശയ്ക്കൊക്കെ അരക്കിയല്ലേ ഉഴുന്നുപരിപ്പ്, അതാണ്. ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കുവേ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ ഉഴുന്നുപരിപ്പിൻ്റെ കളർ കണ്ടോ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ അത്രയാകാവുള്ളൂ. ഒരു കാരണവശാലും കരിഞ്ഞു പോകരുത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ സബോള ചേർത്ത് കൊടുക്കും. നോക്കിയേ, സബോള ഞാൻ നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടേ, സബോള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ്, അതായത് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകണ്ട, ഒരു എന്താ പറയുന്നത്, ഒരു 10 മിനിറ്റ്, ഒരു 7 മിനിറ്റൊക്കെ മതി. 7 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അന്നേരത്തേക്ക് ഒരു ട്രാൻസ്ലൂസൻറ്റ് ആകും സബോള. നമുക്ക് അവിടുന്ന് വേണം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത്, ഉപ്പ് ഇപ്പോഴേ ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ സബോള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, എളുപ്പമുള്ള കാര്യമാണല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്ത് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാവേ. സബോള അവിടെ ചെറുതായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളത് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നില്ല, ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ നേരത്തെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന വറ്റൽമുളകും പുളിയും കുറച്ച് ഉപ്പും, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതി, 1/2 ടീസ്പൂൺ ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കും. ഇതേ കണ്ടോ, ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്, പുളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ വെള്ളമില്ലേ, ആ ചൂടുവെള്ളം, അതായത് വറ്റൽമുളക് ഇട്ട് വെച്ചിരുന്ന ആ ചൂടുവെള്ളം, കുറച്ച് ആ ചൂടുവെള്ളം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പോകും കേട്ടോ. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് അതിൻ്റെ പരുവം. ഈ രീതിയിലാണ് നമുക്ക്
എടുക്കേണ്ടത് കേട്ടോ. ചിലർ നേരെ കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളർ കിട്ടും. പക്ഷേ ഞാനത് അതിൻ്റെ ആ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മുടെ സബോള ഏകദേശമായി. അപ്പം അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോകണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശമായി നമ്മുടെ മൈസൂർ മസാല ദോശയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്കാണ്. മസാല ദോശയുടെ അല്ല, അതിൻ്റെ എന്താ പറയുക, മസാല ദോശയുടെ പൊട്ടറ്റോ മസാലയുടെ, അതെ മസാല അല്ലേ, മസാല പൊട്ടറ്റോയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയാണ്. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, മണവും അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെയൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു 1.5 മിനിറ്റ് മതിയായിരിക്കുമേ. ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മതിയേ, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് എളുപ്പമാണേ. ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ കേട്ടോ, കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓഫ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ മസാല റെഡിയാണ് കേട്ടോ. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുവാണേ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മസാല നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ കറക്റ്റ് ചേർത്ത് കൊടുത്തോണം. ഞാൻ ആദ്യം ചേർത്ത ഉപ്പ് വളരെ കറക്റ്റായിരുന്നു. അപ്പം നല്ല സൂപ്പർ മസാലയാണ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. നമ്മുടെ ദോശമാവ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ അല്ലേ. ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാൻ പോവുകയാണേ. കാരണം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രൗണിഷ് കളറിലുള്ള ദോശ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേണ്ടേ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും കേട്ടോ. കണ്ടോ, 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാലയില്ലേ, അതിൽ ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എരിവ് കൂടി പോയാലേ ആൾക്കാർക്ക് കഴിക്കുന്ന നല്ല എരിവാണ് ഈ മസാല. അതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മസാല മതി, ജസ്റ്റ് ഒത്തിരി ടേസ്റ്റ് അതിൻ്റെ പോകരുത്. അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ ഡിപ്പെൻസാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും വേണമായിരുന്നു എനിക്കത് സ്പ്രെഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ നടുവിലേക്ക് നമ്മുടെ മസാല വെച്ച് കൊടുക്കും. കുറച്ച് മതി മസാല. അതും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് സൈഡിൽ നിന്ന് ഓൾറെഡി തന്നെ വിട്ട് വരും കേട്ടോ. അന്നേരം നമുക്ക് ദോശ റോൾ ചെയ്തെടുക്കാം. നമുക്കത് ജസ്റ്റ് കണ്ടോ, അത് നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കത് എനിക്ക് റോൾ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞേ ആ ലൈറ്റ് ബ്രൗണിഷ് കളർ വന്നത് കണ്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ഷുഗർ ആഡ് ചെയ്തത്. ഷുഗർ വേണ്ടവർക്ക് ചേർത്താൽ മതി, അല്ലാത്തവർ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട കേട്ടോ. ഇനി ആ ദോശയുടെ ആ നടുഭാഗം നന്നായിട്ടൊന്ന് കുക്കായി ആ മസാല നന്നായിട്ടൊന്ന് ചൂടായി വരാനായിട്ടാണ് ഞാൻ അവിടെ ഒരു 10-30 സെക്കൻഡ് കൂടെ നമ്മളത് വെയിറ്റ് ചെയ്യുന്നത്. എന്നിട്ടതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. ദേ കണ്ടോ നമ്മുടെ മൈസൂർ മസാല ദോശ. വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് നല്ല ചമ്മന്തിയും നല്ല സാമ്പാറും ഒക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. ഇനി മസാല നടുക്ക് വേണ്ടാത്തവർക്ക്, അതായത് പൊട്ടറ്റോ മസാല വേണ്ടാത്തവർക്ക് നമുക്ക് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഈ ദോശ ചുട്ടേച്ച് നമുക്ക് നമ്മുടെ മൈസൂർ മസാല മാത്രം നമുക്ക് ചേർത്ത് വെക്കാം. പൊട്ടറ്റോ ആഡ് ചെയ്യാതെ നമ്മൾ ആ റോസ്റ്റ് ചെയ്തെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം, അരച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല ഒരു മസാല ദോശയാക്കി എടുക്കും. മസാല ദോശയല്ല, നല്ലൊരു സാധാ ദോശ, പക്ഷെ നല്ല ടേസ്റ്റാണ് അതിനും കേട്ടോ. അപ്പോൾ നല്ലെണ്ണ തൂവി ഒഴിക്കാൻ മറക്കരുത്. നല്ലെണ്ണയാണ് ശരിക്കും ദോശയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ വേണം. നെയ്യ് ചേർക്കേണ്ടവർക്ക് നെയ്യും ചേർക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഡിപ്പെൻസാണ്. ചിലർ നെയ്യും നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുന്നവരുണ്ട്. അങ്ങനെ ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വരും. ദോശയുടെ മാവ് അരയ്ക്കുന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3:1:1. കാണാത്തവർ പഴയ വീഡിയോ എടുത്തൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അന്നക്കുട്ടി അടുത്ത ദോശയ്ക്ക് വന്നിട്ടുണ്ട്. അവൾക്ക് മസാല ഇഷ്ടമല്ല, അവൾക്ക് പൊട്ടറ്റോ ഇഷ്ടമില്ല. ഇതുപോലത്തെ പ്ലെയിൻ ദോശ നടക്കി മസാല വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. പോരെ, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് അടുത്തത് വന്നിട്ടുണ്ട്. എന്നാ കറക്റ്റ് ആ മാവിൻ്റെ അരക്കിലൊക്കെ എന്ത് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ. നല്ല ഒടിഞ്ഞിങ്ങി വരും മസാല ദോശ കണ്ടോ. കൈ കൊള്ളുന്നു. ഇത് അന്നക്കുട്ടിക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ മസാല ദോശ.
അടിപൊളിയായിട്ടല്ലേ കാണാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല മൊരിഞ്ഞ ദോശ നല്ല അടിപൊളിയായിട്ട് വരും. ഞാൻ പിന്നെയും പറയുന്നു, ആ ദോശയുടെ മാവിൻ്റെ എങ്ങനെയാണ് മാവ് അരയ്ക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്തവർ, അല്ലെങ്കിൽ എങ്ങനെയാണ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മാവ് കിട്ടേണ്ടത് എന്ന് അറിയേണ്ടവർ ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്ന ദോശമാവ് എങ്ങനെ അരയ്ക്കാമെന്നുള്ള വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ മസാല ദോശ ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ അല്ലേ. നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക, പിള്ളേർക്കൊക്കെ കൊടുത്തു നോക്കുക. ഇത് അത്യാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ദോശയുടെ മാവ് അരയ്ക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ 3:1:1 എന്ന് പറഞ്ഞ് എങ്ങനെ ദോശമാവ് അരയ്ക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അത് എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയ ഒരു എന്താ പറയുന്നത് റെസിപ്പിയാണ് ഞാൻ അതിലും കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ മൈസൂർ മസാല ദോശ ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.